ലോൺ അടയ്ക്കാൻ വൈകിയതിനെ തുടർന്ന് രോഗിയായ ഗൃഹനാഥനെ വീട്ടിൽ കയറി സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ ജീവനക്കാരൻ ആക്രമിച്ചു. കോട്ടയം പനമ്പാലം സ്വദേശി സുരേഷിനെയാണ് ആക്രമിച്ചത്. ബെൽസ്റ്റാർ എന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ആക്രമിച്ചത്. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, ഈ ബെൽസ്റ്റാർ എന്ന് പറയുന്നത് ഈ കേരളത്തിലുള്ളൊരു പണമിടപാട് സ്ഥാപനമാണോ? എത്ര രൂപയാണ് ഈ ലോണായി ഇയാൾ വാങ്ങിയത്, ഈ ഗൃഹനാഥൻ വാങ്ങിയത്? എന്താണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ? ഇത് മാസം EMI ആയി അടയ്ക്കുന്ന തുകയാണ്. ഈ തുക അടയ്ക്കാൻ മുടങ്ങിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രോഗിയായ ഗൃഹനാഥനെ വീട്ടിൽ കയറി സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരൻ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലെയായിരുന്നു സംഭവം. കോട്ടയം പനമ്പാലത്താണ്. പനമ്പാലം സ്വദേശി സുരേഷിനെയാണ് ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരൻ മർദ്ദിച്ചത്. ബെൽസ്റ്റാർ എന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ആക്രമിച്ചത് എന്നുള്ളതാണ് സുരേഷിന്റെ പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയായിട്ടുള്ള ജാക്സൺ, അതായത് ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനായിട്ടുള്ള ജാക്സനെ ഗാന്ധിനഗർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പം മുമ്പാണ് ഈ ജാക്സനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അല്പസമയത്തിനകം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. സിജു, ഈ ബെൽസ്റ്റാർ അവിടെ ഇത്തരത്തിൽ നിരവധി ലോൺ വായ്പ നൽകുന്ന സ്ഥാപനമാണ്. എവിടെയാണ് ഈ ബെൽസ്റ്റാറിന്റെ ആസ്ഥാനം, അറിയാമോ? തീർച്ചയായിട്ടും ആസ്ഥാനത്തെ സംബന്ധിച്ച് ഇത് കോട്ടയത്തെ ഗാന്ധിനഗർ മെഡിക്കൽ കോളേജിന് സമീപം പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനമാണ്. അവരുടെ മറ്റ് ബ്രാഞ്ചുകളും പലയിടങ്ങളിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്പം മുമ്പാണ് നമ്മൾ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തേടുകയും ഈ സുരേഷിനെ സമീപിക്കുകയും ചെയ്തിട്ടുള്ളത്. സുരേഷിന്റെ പ്രതികരണം ഉൾപ്പെടെ അല്പം മുമ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അല്പസമയത്തിനകം പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ സ്ഥാപനം EMI അടയ്ക്കാൻ മുടങ്ങി എന്നതിന്റെ പേരിലാണ് ഇദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് സുരേഷിന്റെ മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എത്ര തവണ മുടങ്ങിയെന്നാണ് പറയുന്നത്? എത്ര തവണ മുടങ്ങി? 2 പ്രാവശ്യത്തിലേറെ മുടങ്ങി എന്നുള്ളതാണ്. അടയ്ക്കാൻ വൈകി. സാധാരണ അടയ്ക്കാൻ വൈകുമ്പോൾ ഈ സുരേഷ് ഈ ബൗൺസിംഗ് ചാർജ് ഉൾപ്പെടെ തിരിച്ച് അടയ്ക്കാറുണ്ട് എന്നുള്ളതാണ്. ഇത്തവണ അദ്ദേഹത്തിന് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളതിനെ തുടർന്ന് പണം അടയ്ക്കാൻ വൈകുകയും ഇതിനെ തുടർന്ന് ജീവനക്കാരൻ വീട്ടിൽ വരികയും വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും മർദ്ദിക്കുകയും എന്നുള്ളതാണ് സുരേഷിന്റെ പരാതി. സിജു, ശരി. സനോജ് സുരേന്ദ്രനാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.